നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ശീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടികയിൽ ഗീതാ ഗോപിയുടെ LDF സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് CPI വിട്ട CC മുകുന്ദൻ BJPയിൽ. നാട്ടിക നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ തുടക്കം. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം 27ാം വാർഷികാഘോഷമായ നിറവ് സാംസ്കാരികോത്സവത്തിന് ആവേശമായി സംഗീത നിശ. സംഗീത ശ്രേഷ്ഠ പുരസ്കാര നിറവിൽ സംഗീത സംവിധായകൻ ശരത്. വാർത്തകൾ വിശദമായി. നാട്ടികയിൽ ഗീതാ ഗോപിയുടെ LDF സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് CPI വിട്ട CC മുകുന്ദൻ BJPയിൽ. സ്വതന്ത്ര സ്ഥാനാർത്ഥിയാകാനുള്ള നീക്കങ്ങൾക്കിടെ കോൺഗ്രസും കൈവിട്ടതോടെയാണ് CC മുകുന്ദൻ BJP പാളയത്തിലെത്തിയത്. BJP തൃശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസായ നമോ ഭവനിലെത്തിയാണ് CC മുകുന്ദൻ പാർട്ടി അംഗത്വം സ്വീകരിച്ചത്. AN രാധാകൃഷ്ണൻ അദ്ദേഹത്തെ ഷോളണിയിച്ച് സ്വീകരിച്ചു. ഇന്ത്യയിൽ പാവപ്പെട്ടവന്റെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ് BJP എന്നായിരുന്നു പാർട്ടി അംഗത്വം സ്വീകരിച്ച CC മുകുന്ദന്റെ ആദ്യ പ്രതികരണം. തന്നെ സഹായിക്കാൻ മുന്നോട്ട് വന്ന പ്രസ്ഥാനത്തോട് എന്നും കൂറു പുലർത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്ന ഈ പ്രസ്ഥാനം നമ്മുടെ ഇന്ത്യ രാജ്യത്ത് പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ മെച്ചപ്പെട്ട ആരോഗ്യപരമായ മാറ്റത്തോടെ മുന്നോട്ട് പോകുന്ന ഒരു പ്രസ്ഥാനമാണ് എന്നുള്ളതുകൊണ്ടും മറ്റുള്ളതൊന്നും വ്യത്യസ്തമായി നമ്മുടെ രാജ്യത്തെ മഹാഭൂരിപക്ഷം വരുന്ന ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാം, പ്രത്യേകിച്ച് SC ST വിഭാഗങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ വളരെയേറെ നിർണായകമായ പങ്കാളിത്തം വഹിച്ച് മുന്നോട്ട് പോകാൻ കഴിവുള്ളൊരു പ്രസ്ഥാനം. അതിലേക്ക് ഇനിയും ഞാനും കൂടി വരുമ്പോൾ ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയോടു കൂടിയാണ് വന്നിട്ടുള്ളത്. എന്തായാലും ഇത് കേട്ടു നിൽക്കുന്ന എല്ലാ ജനങ്ങളും ഈ പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് വരേണ്ടതുണ്ട്. എന്നെ സ്വീകരിച്ച എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി ഇനിയും കാര്യങ്ങൾ പറയാനുള്ള നമുക്ക് മത്സര പോരാട്ടത്തിൽ നാട്ടികയിൽ വെച്ച് കാണുന്നതിന് ആവശ്യമായ രീതിയിലുള്ള സംസാരങ്ങൾ നടത്തി എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം ജനങ്ങളോട് താല്പര്യം സംരക്ഷിക്കുക, പാവപ്പെട്ടവരുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ മെച്ചപ്പെട്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ കഴിയുക എന്നൊരു പ്രതിജ്ഞയാണ് എൻ്റെ മനസ്സിലുള്ളത്. അത് നിറവേറ്റുന്ന നിലയിൽ എൻ്റെ കൂടെ വന്ന് എന്നെ സഹായിക്കുന്ന ഈ പ്രസ്ഥാനത്തോട് എന്നും കൂറുപുലർത്തി ഞാൻ മുന്നോട്ട് പോകും എന്നൊരു പ്രതിജ്ഞയാണ് ഈ അവസരം പറയാനുള്ളത്. സ്ഥാനാർത്ഥി ആയിട്ടുള്ള ഇതൊക്കെ ഇട്ടത് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നെ അവർ ഉൾക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ കാട്ടാനാണ്. അത് മാത്രമല്ല ഭയങ്കര ഭൂരിപക്ഷം ജയിച്ചു കൊണ്ടുവരാനുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രതീക്ഷ. രാഷ്ട്രീയത്തിനതീതമായി എല്ലാ പാർട്ടികളെയും ഒന്നിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാവിധ സാഹചര്യവും അവിടെ നടപ്പാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല അവിടുത്തെ വികസനം ഇവിടെ വന്നിട്ടുള്ള മീഡിയക്കാരൊക്കെ പോയി പരിശോധിച്ചാൽ അറിയാം എന്താണ് നാട്ടിക മണ്ഡലത്തിൽ നടന്നിട്ടുള്ള 5 വർഷക്കാലം. മുമ്പത്തെ വർഷക്കാലം വെച്ച് പറയേണ്ട സാഹചര്യങ്ങൾ വരാൻ പോവുകയാണ്. അതൊക്കെ ഭംഗിയായി ഇപ്പം എനിക്ക് പറയാൻ പറ്റുന്ന സ്ഥാനാർത്ഥികൾ അപ്പുറത്ത് വന്നിട്ടുണ്ട്. അതൊക്കെ പച്ചയായി തുറന്നു പറഞ്ഞുകൊണ്ട് നാട്ടിക മണ്ഡലത്തിൽ BJP തന്നെ സ്ഥാനാർത്ഥിയാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. നാട്ടികൽ CPIയുടേത് പേയ്മെന്റ് സീറ്റാണെന്ന ആരോപണവും CC മുകുന്ദൻ ആവർത്തിച്ചു. CPI വിട്ട CC മുകുന്ദനെ ഏറ്റവും ഒടുവിൽ കോൺഗ്രസും കൈവിട്ടതോടെയാണ് അദ്ദേഹം BJP നേതാക്കളുമായി ബന്ധപ്പെട്ടത്. നാട്ടികയിൽ സ്വന്തം സ്ഥാനാർത്ഥിയായി സുനിൽ ലാലൂരിനെയാണ് കോൺഗ്രസ് മത്സരിപ്പിക്കുക. CC മുകുന്ദൻ വിമതനായി മത്സരിച്ചാൽ CPI സ്ഥാനാർത്ഥി ലഭിക്കേണ്ട വോട്ടുകൾ ഭിന്നിക്കുമെന്നും അതുവഴി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിക്ക് ജയിക്കാമെന്നുമായിരുന്നു നേതാക്കളുടെ വിലയിരുത്തൽ. ഇതിനിടെയാണ് CC മുകുന്ദൻ BJPയിലെത്തിയത്. അതേസമയം BJP അംഗത്വം സ്വീകരിച്ച CC മുകുന്ദന് തിങ്കളാഴ്ച വൈകിട്ട് തൃപ്രയാറിൽ സ്വീകരണവും റോഡ് ഷോയും ഒരുക്കിയിരുന്നു. നാട്ടിക നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ആവേശകരമായ തുടക്കം. ചേർപ്പ് പെരുമ്പിളിശ്ശേരിയിൽ നിന്ന് തൃപ്രയാറിലേക്കുള്ള റോഡ് ഷോയിലൂടെയാണ് LDF സ്ഥാനാർത്ഥി ഗീതാ ഗോപി പ്രചരണം തുടങ്ങിയത്. സഖാവ് ഗീതാ ഗോപിയുടെ വാഹന പ്രചരണ വിജയം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി
പെരുമ്പലിശ്ശേരി സെന്ററിൽ നിന്ന് തുറന്ന ജീപ്പിലായിരുന്നു സ്ഥാനാർത്ഥി ഗീതാഗോപി തന്റെ മൂന്നാം വട്ട തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തുടക്കം കുറിച്ചത്. ഇരുചക്ര വാഹനങ്ങളിലടക്കം നിരവധി പ്രവർത്തകരാണ് റോഡ് ഷോ നടത്തിയ സ്ഥാനാർത്ഥിയെ അനുഗമിച്ചത്. ചെങ്കൊടി വീശി മുദ്രാവാക്യം വിളികളോടെ LDF പ്രവർത്തകർ റോഡ് ഷോയിൽ പങ്കെടുത്തു. തുറന്ന ജീപ്പിൽ സഞ്ചരിച്ച LDF സ്ഥാനാർത്ഥി ഗീതാഗോപി പ്രവർത്തകരെയും നാട്ടുകാരെയും അഭിവാദ്യം ചെയ്തു. MLA ആയിരിക്കെ 10 വർഷം നാട്ടിക മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയതിൽ വോട്ടർമാർ മൂന്നാമതും പിന്തുണയ്ക്കുമെന്ന ഗീതാഗോപിയുടെ ആത്മവിശ്വാസം കൂടിയായിരുന്നു റോഡ് ഷോ. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം 27ാം വാർഷികാഘോഷമായ നിറവ് സാംസ്കാരികോത്സവത്തിന് ആവേശമായി സംഗീത നിശ. സംഗീത ശ്രേഷ്ഠ പുരസ്കാര നിറവിൽ സംഗീത സംവിധായകൻ ശരത്ത്. ചേർപ്പ് മഹാത്മാ മൈതാനിയിൽ നവരശ്മി ബാലജന സഖ്യം 27ാം വാർഷികാഘോഷമായ നിറവ് സാംസ്കാരികോത്സവ വേദിയിലായിരുന്നു പുരസ്കാര സമർപ്പണം. ഗാനരചയിതാവ് MD രാജേന്ദ്രൻ നിറവ് സാംസ്കാരികോത്സവം ഉദ്ഘാടനം ചെയ്തു. ഇവിടെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ളത് എൻ്റെ അടുത്തിരിക്കുന്ന ശരത്ത്. അന്ന് ഞങ്ങൾ മദ്രാസ് കാംതാർ നഗറിലൊക്കെ ഇങ്ങനെ വ്യാപരിക്കുന്ന കാലത്ത് ഞാൻ പുള്ളിയെ കണ്ടിട്ടേ ഇല്ല. പക്ഷേ എനിക്ക് പുള്ളിയെ അറിയാം. കാരണം ഇയാൾ മിടുക്കനാണെന്നും പല സംഗീത സംവിധായകർക്കും ഇഷ്ടപ്പെട്ട ആളാണെന്നും ബാലമുരളീകൃഷ്ണയുടെ ശിഷ്യനാണെന്നൊക്കെ അറിയാം. പക്ഷെ ഇയാൾക്ക് ഈ പറഞ്ഞ അവാർഡുണ്ടല്ലോ, നിങ്ങൾ കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം കാലം തെറ്റിപ്പോയി എന്നുള്ളതാണ്. കവിർ പൊന്നമ്മ ഒരിക്കൽ എന്നോട് പറഞ്ഞു, അവരൊരു പടം നിർമ്മിച്ചു, അതിൻ്റെ പേര് മേഘരാഗം എന്നാണ്, മേഘതീർത്ഥം. അപ്പോൾ ഈ മേഘതീർത്ഥം എന്നുള്ള പടത്തിൽ പുള്ളിയായിരുന്നു മ്യൂസിക് ഡയറക്ടർ. സംഗീത ശ്രേഷ്ഠ പുരസ്കാരം അദ്ദേഹം സംഗീത സംവിധായകൻ ശരത്തിന് സമ്മാനിച്ചു. പിന്നെ നിറവ് എനിക്കിങ്ങനെ ഒരു പുരസ്കാരം തന്നതിലും കുറേ സന്തോഷം. കാര്യം എൻ്റെ മാനേജറെ വിളിച്ചു, 1 വർഷമായിട്ട് വിളിച്ചു. ഞാൻ അത്ര ബിസി ആയതുകൊണ്ടല്ല, കൃത്യം ഷൂട്ടുള്ള ദിവസങ്ങളിൽ ഇവർ ഈ ഫംഗ്ഷൻ ചോദിക്കുന്നതുകൊണ്ടാണ് നടക്കാതിരുന്നത്. അല്ല, ഞാൻ വളരെ സമാധാനപരമായിട്ട് വീട്ടിലിരിക്കുന്ന ഒരാളാണ്, അത്ര വലിയ ബിസിയല്ല. അപ്പം എന്തൊക്കെയായാലും എല്ലാം നടക്കേണ്ടതിനൊരു സമയമുണ്ടെന്ന് പറയുന്ന പോലെ അത് നടക്കേണ്ടത് സമയത്ത് നടക്കും. എനിക്കിത് കിട്ടിയതിൽ കുറേ സന്തോഷം. നമ്മുടെ പ്രിയപ്പെട്ട നാട്ടുകാരോട് എല്ലാവരോടും എൻ്റെ സ്നേഹം, നന്ദി ഞാൻ ഈ ഒരു അവസരത്തിൽ അറിയിക്കുന്നു. കോവിലിൽ പുലർവേളയിൽ ജയദേവഗീതാലാപനം കേവലാനന്ദാമൃത തിരയാഴിയിൽ നീരാടിന പുത്തിലഞ്ഞോട്ടിൽ മലർമുത്തു കോർക്കാൻ പോകാം ആനകേരാമേട്ടിൽ ഇനി ആയിരത്തിരി കൊളുത്താം. സിനിമാ ഗാനരചനയിൽ 50 ആണ്ട് പിന്നിട്ട MD രാജേന്ദ്രനെ ചടങ്ങിൽ ആദരിച്ചു. നടൻ ജയരാജ് വാര്യർ മുഖ്യാതിഥിയായി. MD രാജേന്ദ്രൻ, ശരത്ത് എന്നിവരുടെ ഗാനങ്ങളിലൂടെ ജയരാജ് വാര്യർ രാഗമാലിക തീർത്തു. ഡോക്ടർ PS വാസുദേവന് ചടങ്ങിൽ ആരോഗ്യ ശ്രേഷ്ഠ പുരസ്കാരം സമ്മാനിച്ചു. കലാകായിക വിദ്യാഭ്യാസ പ്രതിഭകൾ ചടങ്ങിൽ ആദരമേറ്റുവാങ്ങി. കൺവീനർ KB പ്രമോദ് അധ്യക്ഷത വഹിച്ചു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് കാരുണ്യ ഫണ്ട് വിതരണം നിർവഹിച്ചു. നിർമ്മാതാവ് രാജീവ് മേനോൻ, മേളപ്രമാണി പെരുവനം സതീശൻ മാരാർ, നിറവ് സാംസ്കാരികോത്സവം ചെയർമാൻ KL ആന്റണി, ജനറൽ കൺവീനർ PK ഉണ്ണികൃഷ്ണൻ, ട്രഷറർ പ്രസാദ് കിഴക്കൂട്ട്, TT പോൾ എന്നിവർ സംസാരിച്ചു. തുടർന്ന് സാംസ്കാരികോത്സവത്തെ ആവേശത്തിലാഴ്ത്തി ഋതുഭേദ കൽപ്പന സംഗീത നിശ അരങ്ങേറി. സംഗീത സംവിധായകൻ ശരത്, എടപ്പാൾ വിശ്വനാഥ്, റീന മുരളി, നിതീഷ് കാർത്തിക്, യദു S മാരാർ, U ഉമേഷ് നായർ, പ്രിയം സുരേഷ്, പ്രദീപ് ചൊവ്വൂർ, അക്ഷര മണികണ്ഠൻ, കിഷോർ കേശവ്, സംയുക്ത എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. ചാത്തക്കുടം ശാസ്താവിന്റെ പഞ്ചാരി മേളങ്ങൾക്ക് രണ്ടാമതും പ്രമാണം വഹിക്കാൻ പെരുവനം പ്രകാശൻ മാരാർ. മച്ചാട് രാമചന്ദ്രൻ കൊമ്പ് പ്രമാണിയാകും. പെരുവനം ആറാട്ടുപുഴ പൂരങ്ങളിലെ പ്രധാന പങ്കാളിയായ ശാസ്താവിന്റെ പഞ്ചാരി മേളങ്ങൾക്ക് പ്രമാണിയാകാനുള്ള രണ്ടാം ഊഴമാണ് പെരുവനം പ്രകാശൻ മാരാർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി ചാത്തക്കുടം, പെരുവനം, ആറാട്ടുപുഴ പൂരങ്ങളിൽ പെരുവനം പ്രകാശൻ മാരാർ പഞ്ചാരി മേളങ്ങൾക്ക് പ്രമാണിയാകും. കഴിഞ്ഞ 3 പതിറ്റാണ്ടുകാലമായി ശാസ്താവിന്റെ മേളങ്ങളിൽ പ്രകാശൻ മാരാർ സഹപ്രമാണിയാണ്. ഇത്തവണ മച്ചാട് രാമചന്ദ്രൻ കൊമ്പിൽ പ്രമാണം വഹിക്കും.
കുറുംകുഴലിൽ കൊമ്പത്ത് അനിൽകുമാർ, വലം തലയ്ക്ക് പള്ളിപ്പുറം ജയകുമാർ, ഇലത്താളത്തിൽ കലൂർ രഘു എന്നിവരും നേതൃത്വം നൽകും. പാറളം പണ്ടാരം കോൾപ്പടവ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൊയ്ത്തുത്സവം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി വിനയൻ കൊയ്ത്തുത്സവം ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റ് KC സണ്ണി അധ്യക്ഷനായി. പാറളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മനോജ് അയ്യപ്പത്ത്, 10-11 വാർഡ് മെമ്പർമാരായ റോസ്മേരി അബേഷ്, ജിഷ് രാജ്, പടവ് കമ്മിറ്റി സെക്രട്ടറി PI സ്റ്റീഫൻ, ട്രഷറർ P ഫ്രാൻസിസ് ജേക്കബ് എന്നിവർ സംസാരിച്ചു. പഴുവിൽ അർണോസ് പാതിരിയുടെ 294-ാം അനുസ്മരണം വിവിധ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിലെ പാതുവനാഥം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അനുസ്മരണം സംഘടിപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 6:30 വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം അർണോസ് പാതിരിയുടെ സ്മൃതി മണ്ഡപത്തിൽ ഒപ്പീസും പുഷ്പാർച്ചനയും നടന്നു. തുടർന്ന് നടന്ന അനുസ്മരണ യോഗം കാലടി സമീക്ഷയിലെ സുപ്പീരിയർ ഫാദർ ഇമ്മാനുവേൽ കൊയ്യോൻ SJ ഉദ്ഘാടനം ചെയ്തു. പഴുവിൽ സെയിന്റ് ആന്റണീസ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോബു വടക്കൻ അധ്യക്ഷനായി. അസിസ്റ്റന്റ് വികാരി ഫാദർ ടോൾമിൻ മൊറേലി, കൈക്കാരൻ സുനിൽ കുറ്റിക്കാടൻ, പാതുവനാഥം എഡിറ്റർ EJ ബെന്നി എന്നിവർ സംസാരിച്ചു. അനുസ്മരണത്തിന്റെ ഭാഗമായി പഴുവിൽ ഫൊറോന പള്ളിയിൽ നടന്ന പുത്തൻപാന പാരായണം, പ്രസംഗം എന്നീ മത്സരങ്ങളിലെ വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിവിധ കലാപരിപാടികൾ ചടങ്ങിൽ അരങ്ങേറി. ഇരിങ്ങാലക്കുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വിദ്യാർത്ഥിയെ തടഞ്ഞു നിർത്തി ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിൽ അറസ്റ്റിലായ പ്രതി റിമാൻഡിൽ. കോരുമ്പിശ്ശേരി സ്വദേശി തോപ്പുംവളപ്പിൽ വീട്ടിൽ കുട്ടൻ എന്ന പ്രണവിനെയാണ് കോടതി റിമാൻഡ് ചെയ്തത്. കഴിഞ്ഞ 10-ന് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2:45-ഓടെയാണ് കേസിനാസ്പദമായ സംഭവം. പരീക്ഷ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായി ബസ് കാത്തു നിൽക്കുന്നതിനിടെ പുത്തഞ്ചിറ സ്വദേശിയായ 17 വയസ്സുള്ള വിദ്യാർത്ഥിയാണ് ആക്രമിക്കപ്പെട്ടത്. കഴിഞ്ഞ ദിവസം ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിൽ സ്കൂൾ വിദ്യാർത്ഥികളുമായുണ്ടായ സംഘർഷത്തിൽ പരാതിക്കാരനായ വിദ്യാർത്ഥിയും ഉണ്ടെന്ന തെറ്റിദ്ധാരണയിലാണ് വിദ്യാർത്ഥിയെ ആക്രമിച്ചത്. പ്രതിയായ പ്രണവ് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും പ്രതിയാണ്. ഇരിങ്ങാലക്കുട SI T അഭിലാഷ്, ഗ്രേഡ് ASIമാരായ ഗോപകുമാർ, മുരുകദാസ്, CPO മുരളീകൃഷ്ണൻ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. കയ്പമംഗലത്ത് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി ആക്രമിച്ച് മൊബൈൽ ഫോൺ കവർന്ന കേസിൽ പ്രതി അറസ്റ്റിൽ. കണ്ണൂർ തളിപ്പറമ്പ് സ്വദേശിയായ ബോബ് അശ്വന്താണ് അറസ്റ്റിലായത്. തൃശൂർ റൂറൽ പോലീസ് പിടികൂടിയ ഇയാൾ വധശ്രമം, മോഷണം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയാണ്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വലപ്പാട് കോടൻ വളവിൽ നിന്നാണ് പ്രതിയെ പിടികൂടിയത്. 2025 ഡിസംബർ 7-ന് രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. കയ്പമംഗലം ബോർഡിന് സമീപം സായി സർവീസ് സെന്ററിന് മുന്നിൽ വെച്ച ചാമക്കാല സ്വദേശി നിസാമുദ്ദീനെ പ്രതി ഭീഷണിപ്പെടുത്തി ബൈക്കിൽ തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. തുടർന്ന് വൈകിട്ട് 4 മണിവരെ പ്രതിയുടെ വീട്ടിൽ തടവിൽ പാർപ്പിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. പിന്നീട് നിസാമുദ്ദീന്റെ 25,000 രൂപ വില വരുന്ന മൊബൈൽ ഫോൺ പ്രതി തട്ടിയെടുത്തു. കേസിൽ മറ്റ് പ്രതികളായ ഫാസിൽ, സാബിത്ത്, ഹാരിസ് എന്നിവരെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ബോംബ് അശ്വന്ത് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ എറണാകുളം, കണ്ണൂർ ജില്ലകളിലെ വിവിധ ഹോട്ടലുകളിൽ പാചകക്കാരനായി ജോലി ചെയ്താണ് ഒളിവിൽ കഴിഞ്ഞത്. ഇതിനിടെ പ്രതി വലപ്പാട് ഭാഗത്ത് വരാറുണ്ടെന്ന രഹസ്യവിവരം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ചു. ഇതേ തുടർന്ന് പോലീസ് ദിവസങ്ങളോളം നടത്തിയ നിരീക്ഷണത്തിനൊടുവിലാണ് അശ്വന്തിനെ പിടികൂടിയത്. അശ്വന്ത് കണ്ണൂർ തളിപ്പറമ്പ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ മോഷണക്കേസിൽ പിടികിട്ട പുള്ളി വാറണ്ടുള്ള പ്രതിയാണ്. അശ്വന്ത് വലപ്പാട്, തളിപ്പറമ്പ്, വടകര എന്നീ പോലീസ് സ്റ്റേഷൻ പരിധികളിലായി ഒരു വധശ്രമ കേസിലും 5 മോഷണ കേസുകളിലും പ്രതിയാണ്. കയ്പമംഗലം SHO ബിജിത്ത്, SI ഋഷി പ്രസാദ്, ഗ്രേഡ് സീനിയർ CPO ഡെൻസ്മോൻ, സുനിൽകുമാർ, CPOമാരായ നിശാന്ത്, സുർജിത്ത്, ഗ്രേഡ് ASI അഭിലാഷ്, CPO ശരത്ത്, സുജിത്ത്, വൈശാഖ കൃഷ്ണ എന്നിവരാണ് പ്രതി അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. മാളയിൽ ടാക്സി ഡ്രൈവറെ ക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിയായ അതിഥി തൊഴിലാളി അറസ്റ്റിൽ. ബംഗാൾ നാദിയ ജില്ലയിലെ തിയോർഖാലി സ്വദേശി അഡോർവൻ ആണ് അറസ്റ്റിലായത്. മാള ടൗണിലെ ടാക്സി സ്റ്റാൻഡിൽ ഇക്കഴിഞ്ഞ 8-ന് ഞായറാഴ്ചയാണ് ടാക്സി ഡ്രൈവർ നെയ്തക്കുടി വടക്കേയാലുങ്കൽ വീട്ടിൽ 65-കാരനായ ബാലൻ മർദ്ദനത്തിനിരയായത്. വൈകിട്ട് 6 മണിയോടെയായിരുന്നു സംഭവം. പെരുമ്പാവൂരിൽ ടൈലറിംഗ് തൊഴിലാളിയായിരുന്നു പ്രതി. സംഭവ ദിവസമായ ഞായറാഴ്ച സുഹൃത്തിനെ കാണാൻ മാളയിലെത്തിയതായിരുന്നു ഇയാൾ. സ്റ്റാൻഡിൽ വെച്ച പ്രതി ബാലന്റെ ടാക്സി കാറിന്റെ ബോണറ്റിൽ ചവിട്ടി നിന്നതിനെ ബാലൻ ചോദ്യം ചെയ്തു. ഇതേച്ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ പ്രതിയായ അതിഥി തൊഴിലാളി ബാലനെ ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. നിലത്ത് തള്ളിയിട്ടതിന് പിന്നാലെ ബാലന്റെ തല പിടിച്ച് മുഖം റോഡിലും കോൺക്രീറ്റ് തറയിലും പലതവണ ഇടിച്ച് പരിക്കേൽപ്പിച്ചു. സംഭവത്തിന്റെ
CCTV ദൃശ്യങ്ങൾ ഇതിനിടെ പുറത്തു വന്നു. ഇത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. തുടർന്ന് മാളയിലെ 25ഓളം ഇതര സംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ പോലീസ് പരിശോധന നടത്തി. ഇവിടെ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പെരുമ്പാവൂരിൽ നിന്ന് പ്രതി മാള പോലീസിന്റെ പിടിയിലായത്. മാള SI KT ബെന്നി, ഗ്രേഡ് SI MS വിനോദ്, CPO ഹരികൃഷ്ണൻ, ഹോംഗാർഡ് PT വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. പടിഞ്ഞാറെ പെരുമ്പിളിശ്ശേരി സ്വദേശി തെക്കൂട്ട് വീട്ടിൽ പരേതനായ ഗോപിയുടെ ഭാര്യ ചന്ദ്രിക നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം വീട്ടുവളപ്പിൽ നടന്നു. നാരായണൻ, പ്രദീപ്, മനോജ്, ബിന്ദു എന്നിവർ മക്കളാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,590 രൂപ, പവന് 1,16,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. നാട്ടികയിൽ ഗീതാഗോപിയുടെ LDF സ്ഥാനാർത്ഥിത്വത്തെ തുടർന്ന് CPI വിട്ട CC മുകുന്ദൻ BJPയിൽ. നാട്ടിക നിയോജക മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി ഗീതാഗോപിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ആവേശകരമായ തുടക്കം. ചേർപ്പ് നവരശ്മി ബാലജന സഖ്യം 27ാം വാർഷികാഘോഷമായ നിറവ് സാംസ്കാരികോത്സവത്തിന് ആവേശമായി സംഗീത നിശ. സംഗീത ശ്രേഷ്ഠ പുരസ്കാര നിറവിൽ സംഗീത സംവിധായകൻ ശരത്ത്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.